സംസ്ഥാനത്തെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി കുട്ടികൾക്കുള്ള കഫ് സിറപ്പുകളുടെ ഉപയോഗം ശാസ്ത്രീയമായി പഠിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനായി ആരോഗ്യ വകുപ്പ് 3-അംഗ വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് സംസ്ഥാന പ്രസിഡന്റ് എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. കുട്ടികൾക്ക് ചുമമരുന്ന് നൽകുന്നതിലെ അശാസ്ത്രീയമായ പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിനും അശ്രദ്ധമായ ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ആരോഗ്യ വകുപ്പിന്റെ ഈ ശക്തമായ ഇടപെടൽ. അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമമരുന്നുകൾ നൽകരുത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതാപിതാക്കളും ഫാർമസിസ്റ്റുകളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഡോക്ടർമാർ കുറിച്ചു നൽകുന്ന മരുന്നുകൾ ആ സമയത്തെ കുട്ടികളുടെ ആരോഗ്യനിലയും തൂക്കവും പരിഗണിച്ചാണ് ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ പഴയ കുറിപ്പടി വെച്ചോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് നൽകിയ മരുന്ന് മറ്റൊരു കുഞ്ഞിന് നൽകുന്നതോ ആയ രീതികൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഇത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാനും ചില സന്ദർഭങ്ങളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനും ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകുന്നതിനുമായി ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കും. മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ചില ചുമമരുന്നുകളുടെ ഗുണനിലവാരം സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നിട്ടുണ്ടെങ്കിലും കഫ് സിറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഒരു പ്രശ്നവും കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ഡോക്ടർമാർ ആരോഗ്യ വകുപ്പ് യോഗത്തിൽ അറിയിച്ചു. എന്നിരുന്നാലും ഒരു മുൻകരുതൽ എന്ന നിലയിലും പൊതുജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുമായി ശക്തമായ ബോധവൽക്കരണവും നിരീക്ഷണവും നൽകും. കേരളത്തിൽ നിലവിൽ ഇത്തരം കേസുകൾ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം കുട്ടികളുടെ മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതിലെ പുതിയ മാർഗരേഖകളും പ്രോട്ടോകോളുകളും സംബന്ധിച്ച് പീഡിയാട്രീഷ്യന്മാർക്കും മറ്റ് ഡോക്ടർമാർക്കും IAPയുടെ സഹകരണത്തോടെ പരിശീലനം നൽകാനും തീരുമാനിച്ചു. ഇത് ഡോക്ടർമാർക്ക് ഏറ്റവും പുതിയ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സഹായകമാകും. കേരളത്തിലെ 3 വിപണിയിൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശക്തമായ പരിശോധനകൾ തുടരുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രശ്നം കണ്ടെത്തിയ ഒരു പ്രത്യേക ബാച്ച് കഫ് സിറപ്പിന്റെ വിൽപ്പന കേരളത്തിലും നിർത്തിവെപ്പിച്ചു. തമിഴ്നാട്, ഒറീസ, മധ്യപ്രദേശ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്ത കോൾഡ്രിഫ്റ്റ് സിറപ്പിന്റെ SR13 എന്ന ബാച്ചിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഈ പ്രത്യേക ബാച്ച് മരുന്നുകൾ കേരളത്തിൽ വിതരണം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മുൻകരുതലിന്റെ ഭാഗമായി കോൾഡ്രിഫ്റ്റ് സിറപ്പിന്റെ വിൽപ്പന സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നിർത്തിവെക്കുകയായിരുന്നു. കേരളത്തിൽ ഈ മരുന്ന് വിതരണം ചെയ്യുന്ന 8 വിതരണക്കാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ഇതുകൂടാതെ രാജസ്ഥാനിൽ മറ്റൊരു കമ്പനിയുടെ കഫ് സിറപ്പിലും പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ ബാച്ചുകളുടെ മരുന്നുകൾ കേരളത്തിൽ വിൽപ്പന നടത്തിയിട്ടില്ല എന്നും പരിശോധനയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ നടപടികൾ കേരളം പൊതുജനാരോഗ്യ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നു എന്നതിന് അടിവരയിടുന്നു. ഈ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട ഉന്നതതല യോഗത്തിൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ, ഡ്രഗ്സ് കൺട്രോളർ, ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ, ചൈൽഡ് ഹെൽത്ത് നോഡൽ ഓഫീസർ, IAP പ്രസിഡന്റ് തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കെടുത്തു. കേരളത്തിലെ കുട്ടികൾക്ക് സുരക്ഷിതത്വവും ഫലപ്രദവുമായ ചികിത്സ ഉറപ്പാക്കുന്നതിൽ ഈ പുതിയ മാർഗരേഖയും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ശക്തമാക്കുന്നതിലൂടെ മരുന്നുകളുടെ ദുരുപയോഗം തടയാനും ആരോഗ്യ വകുപ്പ് ലക്ഷ്യമിടുന്നു. ഈ പുതിയ മാർഗരേഖകൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതോടെ കുട്ടികൾക്ക് മരുന്ന് നൽകുന്നതിലെ അശാസ്ത്രീയമായ രീതികൾ ഒഴിവാക്കാനാകുമെന്നും ഇത് കേരളത്തിലെ ശിശുരോഗ ചികിത്സാ മേഖലയിൽ ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു.